ഇന്ന് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ FIs 415 ക്രോസാണ് ബൈ ചെയ്തിരിക്കുന്നത്. DIs 325 ക്രോസാണ് സെല് ചെയ്തിരിക്കുന്നത്. ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ബാങ്ക് നിഫ്റ്റി വളരെ പോസിറ്റീവായിരുന്നു. അതായത് മാക്വയർ ക്യാപിറ്റൽ ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കുകളെ കുറിച്ചിട്ടുള്ള ഒരു ബുള്ളിഷ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അവർ ഇന്നലെ പുറത്തുവിട്ടിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മിനിസ്ട്രി കണ്ടക്ട് ചെയ്യുന്ന പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് ഉണ്ട്. ഇപ്പം അൽഗോ ട്രേഡേഴ്സ്, ഹൈ വോളിയം ട്രേഡ് ചെയ്യുന്ന അൽഗോ ട്രേഡേഴ്സിൻ്റെ സ്ലാബിൻ്റെ സ്കെയിലിന് ചെറിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ചില പെർട്ടിക്കുലർ സ്റ്റോക്സിനെ അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇന്നിപ്പോൾ IT സെക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റും US മാർക്കറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റിവിറ്റി ഇല്ല, ജസ്റ്റ് ഒരു ഓക്കെ രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യയുടെ മാനുഫാക്ചറിങ് PMI ഡേറ്റ റിലീസ് ചെയ്യാനുണ്ട് 10:30 AM. കൂടാതെ ജാപ്പനീസ് ഇൻഫ്ലേഷൻ ഡേറ്റ റിലീസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ്. അത് ഏഷ്യൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിഫ്റ്റിയുടെ സപ്പോർട്ട് 23,500 റെസിസ്റ്റൻസ് 23,900 24,000 ആയിരിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് 51,000 റെസിസ്റ്റൻസ് 52,600 ആയിരിക്കും. 51,500 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യണം.